ഗൈസ്, നമുക്കൊരു ഇൻവിസിബിൾ മാല ഉണ്ടാക്കിയിട്ട് വന്നാലോ? കം ഓൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ പിള്ളേരെ, ഞാനിത് മീഷോയിൽ നിന്ന് മേടിച്ച മാലയാണേ. എനിക്ക് തോന്നുന്നു 165 രൂപയ്ക്കോ മറ്റോ ആണ് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ വന്നത്. അപ്പോൾ ആ ഐഡിയയുടെ ബേസിലാണ് ഞാൻ ഈ വയറ് മേടിക്കണേ. ഇൻവിസിബിൾ വയറാണ് കേട്ടോ. ഇൻവിസിബിൾ നമുക്ക് കാണാനൊക്കെ പറ്റും, പിന്നെ പക്ഷേ കഴുത്തിലിടുമ്പോഴത്തേക്കും നമുക്ക് ഇൻവിസിബിൾ, അതായത് നമ്മുടെ അതിൻ്റെ ലോക്കറ്റോ അല്ലെങ്കിൽ മുത്തോ മാത്രമേ കാണാൻ പറ്റൂ. മീഷോയിൽ നിന്നാണ് മേടിച്ചത്. അത് 213 രൂപയ്ക്കാണ് മേടിച്ചത്. സിൽവറിൻ്റെ ഒരു റൗണ്ടും ഗോൾഡും ആണ് കിട്ടിയത്. ഈ മുത്തും ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ച് കണ്ടില്ലേ, ഈ 2 മുത്തിൻ്റെ സെറ്റും ആ വയറും അങ്ങനെയാണ് കിട്ടിയത്. എൻ്റെ സിൽവർ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് കണ്ടില്ല, ഇങ്ങോട്ടോ പോയി. തപ്പിയെടുക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? മാല ഉണ്ടാക്കിയാലോ? അപ്പം ഞാനതിൽ എനിക്ക് കഴുത്തിൽ നീളത്തിന് ആവശ്യത്തിന് ഞാനതിൽ നിന്ന് വയറ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ വയർ. അത്യാവശ്യം കഴുത്തിൽ എത്ര നീളത്തിന് വേണം, ഒത്തിരി നീളം ഇറക്കാതെ ഇരുന്നാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ആ മുത്തെടുക്കുന്നുണ്ട്. ആ മുത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മുടെ ഈ മാലയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ മുത്താണ്. നമ്മുടെ പല സാഹചര്യങ്ങളിലും നമ്മളെ മാലയെ സെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ കണ്ണിൽ പിടിക്കാത്ത അല്ലെങ്കിൽ കടുകുമണിയുടെ അത്രയും വലിപ്പമുള്ള മുത്താണ്. അപ്പം ഞാൻ ആ മുത്ത് ആ വയറിലോട്ട് കൊരുത്തെടുക്കുന്നുണ്ടേ. നോർമലി നമ്മൾ മുത്ത് കൊരുക്കണ പോലെ കൊരുത്തിട്ട്, അതായത് അങ്ങ് താഴെ കൊണ്ടുപോകുമല്ല, നമ്മൾ കൊരുത്തിട്ട് ചെറുതായിട്ട് താഴോട്ടാക്കി, ഇതേ ഞാൻ കാണിച്ചു തരണില്ലേ, അത്ര നീളത്തിന് അങ്ങോട്ട് താഴോട്ടാക്കിയിട്ട് അവിടെ പിടിച്ച് വയ്ക്കുന്നുണ്ടേ. ഇനി നമുക്ക് ആവശ്യമുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഈ നമ്മുടെ ലോക്കറ്റൊക്കെ കൊരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മളിങ്ങനെ വെക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ നോർമലി എല്ലാ മാലകളിലും ഞാനിട്ട ഒരു സംഭവം കണ്ടില്ലേ, റൗണ്ട് ഷേപ്പിൽ പറഞ്ഞ ആ ഒരു സാധനം, അതുകൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് മാലയിൽ. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള 2 പീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടത് കൊടുത്തതാണ്. എന്നിട്ട് വയറിൻ്റെ അറ്റം പിടിച്ച് വീണ്ടും ആ മുത്തിനകത്തേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. ഷേപ്പിൽ മുത്തിനകത്തേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തുമ്പ് പിടിച്ച് വെച്ചിട്ട്, നമ്മുടെ വീട്ടിൽ നോർമലി ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നു പ്ലെയർ എന്നാണ്, അങ്ങനെ എന്തോ ആണ്. ഇതിവിടെ വയറൊക്കെ കട്ട് ചെയ്യാനോ അങ്ങനെ എന്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ബിസിനസ് പർപ്പസ് അല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തതാണ്. ആ സാധനം എടുത്തിട്ട് ആ മുത്തിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. അത് പൊട്ടിപ്പോകത്തില്ല. പ്രസ്സായി നല്ല ഇറുകി ആ വയറിനെ അവിടെ പിടിച്ച് വയ്ക്കും. ആ ഒരു സംഭവം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്യാൻ വേറെ ഏതെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഇത് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ലോക്കറ്റ് വെക്കേണ്ട ഒരു സ്ഥലമില്ലേ, ആ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും ആ ചെറിയ മുത്തിനെ കൊരുത്തെടുക്കണുണ്ടേ. കൊരുത്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ പ്ലെയർ എന്ന് തന്നെയാണോ എൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല, ആ ഒരു സംഭവം വെച്ചിട്ട് നമ്മളവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. ആ മുത്തിനെ അവിടെ ലോക്ക് ചെയ്ത് വയ്ക്കണം. ഞാനത് പിടിച്ച് തുറക്കാൻ നോക്കിയിട്ട് തുറക്കണില്ല. എൻ്റെ ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാണോ അതോ ഇനി അതിന് ബലം കൂടിയിട്ടാണോ എന്തോ അറിയാൻ വയ്യ. നമ്മളവിടെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് വില കൂടിയ ലോക്കറ്റ് വേണം അല്ലെങ്കിൽ പെൻഡൻറ്റ് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഈ 3 കറുത്ത മുത്താണുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു 3 വേണം നിർബന്ധമില്ല. ഒരൊറ്റ മുത്തായാലും കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് 3 ഉള്ളതുകൊണ്ട് ഞാൻ 3 കൊരുത്തെടുക്കുന്നുണ്ട്. 3 കൊരുത്തെടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ലോക്ക് ചെയ്ത് വെക്കണം. മുത്ത് വെച്ചിട്ട് ആ ചെറിയ ഗോൾഡ് കളറിലുള്ള മുത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കണമേ. ലോക്ക് ചെയ്ത് വെച്ചു. വീണ്ടും അപ്പുറത്തെ സൈഡിലെ എൻഡ് പോർഷനിൽ ചെയ്ത പോലെ ഒരു മുത്തിട്ടു, ആ റൗണ്ട് ഷേപ്പിലുള്ള ഒരെണ്ണം ഇട്ടു. വീണ്ടും നൂലിൻ്റെ അറ്റം പിടിച്ച് മുത്തിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. വീട്ടിൽ കിടക്കണ തുരുമ്പിച്ചു പോയ പഴയ നഖം വെട്ടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബാക്കി പറഞ്ഞ വയറിനെ കട്ട് ചെയ്തെടുക്കണേ. ഞാൻ അതും പ്രസ് ചെയ്തിട്ട് അതങ്ങോട്ട് പ്രസ്സാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് തീരെയും ബലമില്ലാന്ന്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്കിയൊക്കെയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പം അതങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യം മാലയ്ക്ക് കൊളുത്താണ് കേട്ടോ. കാണാൻ ഭംഗിയുണ്ടോ? 3 കറുത്ത മുത്തായതുകൊണ്ട് നമ്മൾ മാലയ്ക്ക് വേണ്ടിയിട്ട് കൊളുത്തെടുക്കുകയാണ്. എൻ്റെ കൊളുത്ത് കാണാനില്ല. കിട്ടി.
ഈ കൊളുത്താണ് കേട്ടോ എടുക്കണത്. ഈ കൊളുത്ത് എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുടിയിൽ കുരുങ്ങത്തില്ല. നമ്മൾ വേറെ കൊളുത്തുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലൊക്കെ കുരുങ്ങി പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. മാല പൊട്ടാനല്ല, നമ്മുടെ മുടി പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് തലയിൽ 10 കൂടെ ഉള്ളൂ, അപ്പോൾ അത് കൊഴിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാല. നമ്മുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് മുത്തുണ്ടെങ്കിൽ, ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാല ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു സംഭവം എന്ന് പറയണത് എന്താ വെച്ചാൽ, ഈ മാല നമുക്ക് 1-2 പ്രാവശ്യം, അതായത് ഈ വയറും ഈ മുത്തും നമുക്ക് 1-2 പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ കഴുത്തൊക്കെ വേർക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നനവ് തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കളറ് പോവും. അതുകൊണ്ട് ഈ സാധനം ഒരു റൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ അതേപോലെ എൻ്റെ അടുത്തുള്ള 3 മുത്ത് വെച്ചിട്ട് 3 മാല ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരു കൊളുത്തേ ഉണ്ടായുള്ളൂ. ആ കൊളുത്തിനെ ഇളക്കി നമുക്ക് 3ലും ഇടാം, ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനത് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാക്കി മറ്റേ റൗണ്ട് ഷേപ്പിലുള്ള ആ സംഭവം, അതും എൻ്റെ അടുത്ത് 2 പീസേ ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയ വീഡിയോയിൽ അതിട്ടത്. മാലയിൽ അതിട്ടത്. പിന്നെ ഇടാൻ എൻ്റെ അടുത്ത് ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മാല ഉണ്ടാക്കണേ. പിന്നെ നമുക്ക് പെൻഡൻ്റൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ പോയി മേടിക്കും, അല്ലെങ്കിൽ മീഷോയിൽ തന്നെ നോക്കിയിട്ട് പെൻഡൻ്റൊക്കെ ഓർഡർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് 213 രൂപയേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ ചെയ്യണ്ടേ? പിന്നൊന്നും ചെയ്യണ്ട, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.